വേറെ യാതൊരു ഹുവയല്ലാതെ വേറൊരു മനുഷ്യ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള സംശയങ്ങൾ അവരുടെ ഉള്ളിൽ ഉടലെടുത്തുന്ന ഒരു കെട്ടുകഥയാണ്. എന്നാൽ സ്വാഭാവികമാണ്, 1100 കോടി ജനം അധിവസിക്കുന്നതായ ഈ ലോകത്ത് ശരിയായ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ പിശാച സംശയത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഉള്ളിൽ പാകുവാനിടയായിത്തീരും. സംശയത്തിൻ്റെ വിത്തുകളാണെന്ന് വിവാഹ ജീവിതം അനവധി തകരുവാനിടയായി തീർന്നിരിക്കുന്നത്. കൊള്ളാമടി എന്നോ പറയും, ഒന്നും ഇദ്ദേഹം പറഞ്ഞില്ല. ഇദ്ദേഹം ഓഫീസിലേക്ക് പോകുമ്പോൾ ഗേറ്റ് വരെ പിന്നാലെ പോകും, തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ ഗേറ്റ് തുറന്ന് സ്വീകരിക്കും. പക്ഷേ എല്ലാ സമയത്തും തോമസ് കാർലൈൻ വളരെ തിരക്കേറിയ മനുഷ്യനായിരുന്നു. ഒരു നല്ല വാക്ക് പോലും ഭാര്യയോട് പറഞ്ഞില്ല. ഭാര്യ നിരാശ കൊണ്ട് രോഗിയായി മാറി. അവൾ മരിച്ചു. മരിച്ച കാര്യം തോമസ് കാർലൈൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡയറിയിൽ എഴുതി, ഓ, നീ ഒരു 5 മിനിറ്റ് കൂടി എൻ്റെ ചാരത്തുണ്ടായിരുന്നെങ്കിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയുമായിരുന്നു. പല ആൾക്കാരുടെയും കുടുംബജീവിതം തകരുന്നത് സ്നേഹത്തോടുള്ള സംഭാഷണമില്ലെന്നുള്ളതാ. സ്തോത്രം, 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 സ്തോത്രം. ഭാര്യ അടിമയല്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മുടെ 6-ാമത്തെ പ്രമാണമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നീ അന്യൻ്റെ ഭാര്യയെയോ കഴുതയെയോ കാളയെയോ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് കഴുതയോടും കാളയോടും ഉള്ളതായ ഒരു ബന്ധത്തിലായിരുന്നു യഹൂദന്മാർ കരുതിയിരുന്നത്. എന്നാൽ യേശു ക്രിസ്തു വന്ന് പറഞ്ഞു, ദൈവം ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ഒരേപോലെയാ. നിന്നെപ്പോലെ മാംസമുള്ള, നിന്നെപ്പോലെ വികാരങ്ങളുള്ള ഒരാളത്വമാണ് സ്ത്രീ എന്നുള്ള കാര്യം ഓർക്കുക. സ്ത്രീയും കരുതുക, നിന്നെപ്പോലെ തന്നെ വിചാരവും വികാരവും ഉള്ളതായ ഒരു വ്യക്തിത്വമാ പുരുഷൻ എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. സ്തോത്രം. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം തന്നെയുമായി തീരും. ഒരു ഡിവോഴ്സ് ഇനി ഇവിടെ ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം സ്ഥാപിച്ചതാ. ദൈവത്തിനാണ് ഇതിന് ഉത്തരവാദിത്വം. വിവാഹത്തിലൂടെ കുടുംബബന്ധത്തിൽ കയറി ചെല്ലുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്ഥാപനത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ആകയാൽ എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, തള്ളെ വണക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താനദാസൻ ജോസഫ് പാസ്റ്റർ ചർച്ചാകോടിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പ്രാർത്ഥിച്ചാട്ടെ.